പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നവംബർ 19 ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നടന്ന റാലിയുടെ ലക്ഷക്കണക്കിന് ജപമാല പ്രാർത്ഥനയുടെ ശക്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ഓർത്ത് വേദനിക്കുന്നവരെ, കേസിലകപ്പെട്ടിരിക്കുന്നവർ, വിസ പുതുക്കാനുള്ളവർ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങൾ മാറാത്തവർ, എല്ലാ മേഖലകളിലും തടസ്സമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. നീ വേണ്ടെന്ന് വെച്ച് അവസാനിപ്പിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും
കർത്താവ് പുതിയ മുളകൾ നിനക്ക് മുളപ്പിച്ചു തരികയും നീ നിന്നുപോയ കാര്യങ്ങൾ, നീ വേണ്ടെന്ന് വെച്ച് തള്ളിക്കളഞ്ഞ കാര്യങ്ങളുടെ മേലെ ദൈവം നിനക്ക് പുതിയ പ്രത്യാശ നൽകാൻ വേണ്ടി ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിന് രോഗപീഠകളെ ഈശ്വരനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. മക്കൾ, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക ചാപ്റ്റർ കോളേജ് ചെയ്യണം, കവർ ചെയ്യണം അല്ലേ. ഇപ്പം അതായത് ഒരു സെക്കൻഡ് ഓപ്ഷൻ ദൈവം അതർ ഓപ്ഷൻ ആകരുതെന്നുള്ള രീതിയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേ നീതു എന്നും പറഞ്ഞൊരു മോള് നോൺ ബാപ്റ്റിസ്റ്റ് ആണ്. നോൺ ക്രിസ്ത്യൻ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താ കാര്യം വെച്ചാൽ ഒത്തിരിയേറെ നോൺ ബാപ്റ്റിസ്റ്റ് ആയിട്ടുള്ള മക്കൾ അവർ പള്ളിയിൽ വന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ നല്ല ചൈതന്യമുള്ള വിശ്വാസികളെപ്പോലെ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. അവരൊക്കെ കർത്താവ് ഒരിക്കലും കൈവിടത്തില്ലെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഒരു നീതു എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞേ. അപ്പോൾ അവൾ പറയുമ്പോൾ അവൾ ഈ പത്രം കൊടുക്കുകയാണ്, പ്രാർത്ഥിച്ച് ഉടമ്പടി പ്രകാരം പത്രം ആൾക്കാരെ കൊടുക്കുക. അപ്പോൾ അവൾ കൂട്ടുകാരത്തി പറയുവേ, എടി നീ 10 കിലോമീറ്റർ നടക്കണം, നാണമുണ്ട് അതിനൊക്കെ, നീ പഠിക്കേണ്ടതല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നീതി പറയവേ, കർത്താവ് എൻ്റെ ജോലിയാണ് ഞാൻ ചെയ്യണത്, അപ്പം കർത്താവ് എൻ്റെ ജോലി ചെയ്യും. അതാണ് അവളുടെ ഒരു ബോധ്യം എന്ന് പറയണത്. അപ്പോഴത് ആ ബോധ്യം സത്യസന്ധമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ PSCക്ക് അവൾക്ക് 1ാം റാങ്ക് കിട്ടിയത്. അപ്പം അത് അവർക്ക് ബോധ്യമുണ്ട് ആ സംഭവം. ഇത് എന്താ കുഴപ്പമെന്നറിയാമോ, നമ്മൾക്ക് ഇങ്ങനെ ബോധ്യം ഇല്ലെങ്കിൽ താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഈ ദൈവം എന്നുള്ള സംഭവം ഫെയ്ഡ് ഔട്ടായിട്ട് പോകും. അതാണ് എൻ്റെ കുഴപ്പം. എന്നിട്ട് നിങ്ങൾ നാളെ ജയിക്കുകവരും ചെയ്യണമെങ്കിൽ ആദ്യം ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, ഞാൻ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് പ്രവർത്തനം ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കൃപാസനത്തിൽ വന്ന് ചില സാക്ഷിയൊക്കെ പറയത്തില്ലേ. ഇപ്പം ഞാൻ ചിരിക്കത്തൊന്നുമില്ല, ഞാൻ നോക്കത്തുമില്ല. അത് എന്നുവെച്ചാൽ എനിക്ക് അറിയാം കുറച്ച് കഴിയുമ്പോൾ ഇവർ വൃത്തിയും വിനയില്ലാത്തവരാണ്, ആധ്യാത്മികമായിട്ട് കൃത്യതയില്ലാത്ത ആൾക്കാരാണെങ്കിൽ, അതാ ഉദ്ദേശം പറഞ്ഞത്, ആധ്യാത്മികമായി കറക്റ്റല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ ഇവരുടെ കള ഇവരിലും തന്നെ രൂപപ്പെട്ടു വരും. ബൈബിളിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ വന്നു പ്രഭു നമ്മൾ വിതച്ചത് നല്ല വിത്തല്ലേ, കള എങ്ങനെ രൂപപ്പെട്ടു, അത് ശത്രു ചെയ്ത പണിയാണ്. കുറച്ച് കഴിയുമ്പോൾ ശത്രു തന്നെത്താൻ പറയും, എന്താ പറയുക, അതിപ്പോൾ ഞാൻ പഠിച്ചത് കൊണ്ടാണ്, പ്രാർത്ഥിച്ചതല്ല, എനിക്ക് എല്ലാത്തിനും പണ്ടേ മാർക്കുള്ള ആളാണ്, ഞാൻ ബുദ്ധിപരമായിട്ട് എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ സാധനമൊക്കെ ഒരു 6 മാസം കഴിയുമ്പോൾ പതുക്കെ താൻ പാതി ദൈവം പാതി എന്നുള്ള കാര്യം മാറിയിട്ട് തന്നിലേക്ക് തന്നെ ആ മഹത്വം വരും, തൻ്റെ ക്രെഡിറ്റായിട്ട് വരും. അതാണ് ഇതിൻ്റെ ഒരു അപകടം എന്ന് പറയുന്നത്. ആദ്യം വരത്തില്ല, ഒരു 6 മാസം കഴിയുമ്പോഴാണ് ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു രീതി, ദൈവത്തിൻ്റെ മഹത്വം നമ്മൾക്ക് സ്വയമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് നമ്മളൊരു അതർ ഗോഡായിട്ട് മാറും. അത് ശ്രദ്ധിക്കണം.
ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ സാധ്യതയൊക്കെ അച്ഛൻ പറഞ്ഞൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാണ് നിങ്ങൾ ആത്മീയ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിലല്ല, ദൈവം നിങ്ങളെ ഒരിക്കലും വിട്ടുപോകത്തില്ല. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാകുക.